മലയാളി കൂട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ദുബായിലെ നൈഫിൽ 30 വർഷക്കാലമായി പ്രവൃത്തി പരിചയമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അലി മെഡിക്കൽ സെൻറ്റർ. ഡോക്ടർമാരുടെ പ്രവൃത്തി പരിചയം കൊണ്ടും വ്യത്യസ്തമാർന്ന ഒരു പ്രവർത്തന രീതി കൊണ്ടും തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അലി മെഡിക്കൽ സെൻറ്റർ. അലി മെഡിക്കൽ സെൻറ്ററിൻ്റെ വർക്കിംഗ് പാർട്ട്ണറും മെഡിക്കൽ കൺസൾട്ടൻറ്റുമായിട്ടുള്ള ഷാജി ഷംസുദ്ദീൻ അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം സർ. എല്ലാ മേഖലയിലും നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഞാൻ തുടങ്ങണമെന്ന കൺഫ്യൂഷനിലാണ്. അപ്പോൾ സാറ് തന്നെ പറയും, നമുക്ക് ഇതിൽ ഏത് മേഖലയെക്കുറിച്ച് ആദ്യം സംസാരിക്കാം? എൻ്റെ ഔദ്യോഗിക ജീവിതം തന്നെ സംസാരിക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് നാട്ടിൽ നിന്നായിരിക്കും. നാട്ടിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാട്ടിൽ തന്നെ തുടങ്ങാം. നാട്ടിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ആയിക്കോട്ടെ. ഞാൻ SUT ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്നും അവിടെ PR ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ദുബായിലേക്ക് വരുന്നത് തന്നെ SUT ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെയും ദുബായ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസറായിട്ടാണ്. ഓക്കെ. ഞാനൊരു പാർട്ട് ടൈം ദുബായിൽ വർക്ക് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഇവിടെ വരുന്നത്. ഏത് വർഷമാണ്? ഞാൻ 2007 ഇവിടെ ദുബായിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേ അറിയുന്നത് അങ്ങനെ ഒരു പാർട്ട് ടൈമിനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇത് രണ്ടും കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് ദൈവനമ്പുരാൻ എനിക്ക് തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ അലി മെഡിക്കൽ സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ SUT ഹോസ്പിറ്റലിൻ്റെ പാർട്ട് ടൈം ജോബ് കണ്ടിന്യൂ ചെയ്യുന്നതും. അപ്പോൾ ആ സമയത്ത് SUTയിലെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇന്ന് പറയുകയാണെങ്കിൽ SUTയിലെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയണം. ഞാൻ പറയണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത 2 സ്ഥാപനങ്ങളിൽ ഇന്ന് അതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചു. ഞാൻ 2007 മുതൽ അലി മെഡിക്കൽ സെൻ്ററാണ്, ഇന്നിപ്പോൾ അതിനൊരു ഭാഗമാണ്. അലി മെഡിക്കൽ സെൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 30 വർഷത്തോളമായിട്ട് ദുബായിലെ നൈഫിൽ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുന്നേ ദുബായിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കുകളിൽ ഒന്നായിരുന്നു അലി മെഡിക്കൽ സെൻറ്റർ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം അവിടെ 2 മെയിൻ ഡോക്ടേഴ്സാണ് ഈ ഹോസ്പിറ്റലിൽ ലീഡ് ചെയ്യുന്നത്. ഒന്ന് ഡോക്ടർ പ്രേംകുമാറും ഡോക്ടർ GV രവിയും. അലി മെഡിക്കൽ സെൻറ്റർ അല്ലാണ്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ വേറെ എന്തൊക്കെയാണുള്ളത്? മറ്റ് ഹോസ്പിറ്റലുകളുണ്ടോ, അല്ലെങ്കിൽ ക്ലിനിക്കുകളോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാർമസി, അങ്ങനെ കാര്യങ്ങളുണ്ടോ എന്നും? അലി മെഡിക്കൽ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാർമസി ഉണ്ട്. ഫാർമസിയോടൊപ്പം തന്നെ സിറ്റിലി ഫാർമസി എന്ന് പറഞ്ഞിട്ടൊരു ഫാർമസി ഉണ്ട്. രാത്രി കാലങ്ങളിൽ പലപ്പോഴും രോഗികളായിട്ടുള്ളവർക്ക് ആശ്രയിക്കേണ്ടി വന്ന ഹോസ്പിറ്റലാണ്. അതല്പം എക്സ്പെൻസീവ് ആയി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫാർമസിക്കകത്ത് തന്നെ ഒരു എക്സ്പ്രസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി 1 മണി വരെയാണ് ടൈം. ക്ലിനിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫാർമസിക്കും പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് പ്രിസ്ക്രിപ്ഷനായിട്ട് വന്നാൽ ഒരു മെഡിസിനും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മടക്കി വിടുന്ന ഒരു പ്രവണതയില്ല. മറ്റ് ഫാർമസിയിൽ നിന്നെങ്കിൽ പോലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. DHAയുടെ നിർദ്ദേശപ്രകാരം ഓരോ ക്ലിനിക്കുകളിലും എമർജൻസി മെഡിസിൻസ് കീപ്പ് ചെയ്യണമെന്നുള്ളൊരു നിയമമുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി മെഡിസിൻസ് എക്സെപ്റ്റ് കൺട്രോൾ മെഡിസിൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫാർമസിയും കൂടിയാണ് ഞങ്ങളുടെ ഫാർമസി. പിന്നെ ഇനി അതിൻ്റെ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് വേറെ എന്താണ്? നമുക്കൊരു AMC ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീടുകളിലെത്തി ബ്ലഡ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെൻറ്റീവ് ചെക്കപ്സും മറ്റു കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൊരു സംഗതിയാണത്. അതോടൊപ്പം തന്നെ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി എല്ലാ ക്ലിനിക്കിൻ്റെ ഹെൽത്ത് പ്രൊഫഷണൽസിനും സ്ക്രീനിങ് ടെസ്റ്റും ഇമ്മ്യൂണൈസേഷനും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അതാത് ക്ലിനിക്കിൽ പോയി ബ്ലഡ് കളക്ട് ചെയ്ത് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കൺസൾട്ടൻസി ഉണ്ട്. അവിടെ ഒത്തിരി ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിലും ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ? അത് ഞങ്ങൾ ടേൺകീ സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രേഡ് നെയിം റിസർവേഷൻ മുതൽ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടും DHA റെഗുലേറ്ററി അപ്രൂവൽസും അതിന് വേണ്ടുന്ന ലേഔട്ടും ഒക്കെ ഞങ്ങൾ ചെയ്ത് മോക്ക് ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ മറ്റൊരു പ്രത്യേകത. മെയിനായിട്ട് ക്ലിനിക്കുകൾ, ഫാർമസി, ഡ്രഗ് സ്റ്റോർ, ഇതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A to Z ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു പല GP ഡോക്ടേഴ്സിനൊക്കെ തന്നെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു വിഷയമായിരിക്കാം. എന്നാൽ ആ എക്സ്പെൻസ് ചിലർക്ക് ബെയർ ചെയ്യാൻ പറ്റുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം എന്നോണം ഞങ്ങളുടെ ഒരു CRP സിറ്റി റിലീഫ് എക്സ്പ്രസ് ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആണ് ഞങ്ങൾ ഇനി അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ്
അതെന്ന് പറയുമ്പോൾ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർക്ക് ക്ലിനിക്കുമായി ഫാർമസിയുമായി. രണ്ട് അഡ്വാൻറ്റേജ് ആണ്. വലിയ കാര്യം തന്നെ. അതാണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നമുക്ക് ഒരു ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എന്താണ്, ഏത് ജില്ലയിൽ? ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ സെക്രട്ടറിയായിട്ട് അടുത്ത ലാസ്റ്റ് വീക്കിലാണ് എന്നെ അവർ നോമിനേറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ അതിനേക്കാളുപരി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ റീസെൻ്റ്ലി വിജയം കൈവരിച്ച നമ്മുടെ അടൂർ പ്രകാശ് എം പി ഉണ്ട്. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ആറ്റിങ്ങൽ കെയർ എന്ന് പറഞ്ഞൊരു ചാരിറ്റി ഓർഗനൈസേഷനുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി, നാട്ടിൽ നിന്ന് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെത്തിക്കുന്നുണ്ടേക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഇവിടുത്തെ ഒരു യുടെ ചെയർമാൻ കൂടിയാണ്. അത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ അതോടൊപ്പം തന്നെ ഞാൻ ഇൻഗാസിൻ്റെ ഭാരവാഹി കൂടിയാണ്. ട്രിവാൻഡ്രം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ അതൊന്ന് കവർ ചെയ്ത് വന്നു എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കറക്റ്റ് ഒരു ആപ്റ്റായിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നത്തെ ഇൻ്റർവ്യൂവിലേക്ക് കിട്ടി. കാരണം എല്ലാ മേഖലയും ഉണ്ട്. ഇതിലിപ്പോൾ ഏത് പറയണമെന്നുള്ള കൺഫ്യൂഷനില്ല. എല്ലാത്തിലും കൂടി ഒരു മലയാളി കൂട്ട് എന്ന് പറയാം. ഒരു പേരിന് ഒരു ആപ്റ്റായിട്ടുള്ള ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പോട്ടെ സാർ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തിയതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക്